PDF share ആവട്ടെ കേട്ടോ. Morning. ടെക്സ്റ്റിൽ നോക്കാമോ? PDF ഷെയർ ആവുന്നില്ല. എന്തെങ്കിലും കാണുന്നുണ്ടോ PDF ആയിട്ട്? വേറെ എന്തെങ്കിലും PDF കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? വേറെ ഉണ്ടല്ലേ? ക്ഷേമ നോക്കാം കേട്ടോ. ശരിയാവുന്നില്ല. എന്നെ കാണാതെ ഞാൻ പറയുന്നത് കേൾക്കാലോ? കേൾക്കൂലേ?
കുറച്ചുപേരൊക്കെ നോമ്പിലായിരിക്കും അല്ലെ? ജാസ്മിൻ ജാസ്മിൻ അല്ലല്ലോ, ജാസ്മിൻ. ആ ഇപ്പൊ നോക്കിയ സ്ക്രീൻ കാണാലോ. പകുതി കാണും, പകുതി അവിടെ. പറ്റാവുന്ന പോലെ നോക്കാം, ടെക്സ്റ്റ് നോക്കാം കേട്ടോ. കോണിക്ടോൾ നമ്മുടെ ഓവർവ്യൂ എന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതില് നമ്മൾ കഴിഞ്ഞ ദിവസം ഹെൽത്ത് കെയർ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇവിടെ വരെയല്ലേ പറഞ്ഞത്? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മളുടെ മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ടു മെഷർ ഹെൽത്ത് സ്റ്റാറ്റസ്. ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററുകൾ എന്തൊക്കെയാണ്? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് determinants of health and health system. Okay, indicators വരുന്നത് ഡിസീസസ്, സ്പെസിഫിക് മോർട്ടാലിറ്റി, മോർബിഡിറ്റി ആൻഡ് ഡിസബിലിറ്റി. എന്തൊക്കെയാണ് വരുന്നത് അതിനാദ്യം? ഹെൽത്ത് സ്റ്റാറ്റസ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഹെൽത്ത് സ്റ്റാറ്റസ് അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം വരുന്നത് ഒന്ന് മോർട്ടാലിറ്റി റേറ്റ്, അല്ലെ? ഏത് അസുഖമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോർട്ടാലിറ്റി റേറ്റ് അഥവാ മരണനിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മോർബിഡിറ്റി ആൻഡ് ഡിസബിലിറ്റി. മോർബിഡിറ്റി ആൻഡ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് ആരോഗ്യപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഘടകങ്ങൾ, വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ പോലുള്ള ഇൽനെസ് അല്ലെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്. പിന്നെ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്, അതായത് ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് ബിഹേവിയേഴ്സ്, അതായത് എന്താ പറയുന്നത്, പെരുമാറ്റ രീതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടറുകൾ, ബയോളജിക്കൽ ആയിട്ട് ജീവശാസ്ത്രപരമായിട്ടുള്ള ഫാക്ടേഴ്സുകൾ. പിന്നെ ഹെൽത്ത് സിസ്റ്റത്തിൽ വരുമ്പോൾ അതിലെ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, ഏതൊക്കെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ മെഡിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ദെൻ ഏത് ഹെൽത്ത് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ചികിത്സാ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ചികിത്സാ രീതികളാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്നത്. അതായത് മരണനിരക്ക് മുതൽ ഏതൊക്കെ ഹെൽത്ത് സർവീസസ് വരെ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാനുള്ള സൂചകങ്ങളാണ് ഇതൊക്കെ. ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ടിക്ക് ചെയ്തിടണം കേട്ടോ. ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണ്? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സുകൾ നോട്ട് ചെയ്യാം കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ്സ്, ഡിസബിലിറ്റി, ബയോളജിക്കൽ റിസ്കുകൾ, ഹെൽത്ത് ബിഹേവിയേഴ്സ്, സർജിക്കൽ പ്രൊസീജിയേഴ്സ്, മെഡിക്കേഷൻ യൂസ് ഓഫ് ഹെൽത്ത് സർവീസസ്. ഓക്കെ, മനസ്സിലായോ? ഇല്ലരെ, മനസ്സിലായോ? അപ്പൊ അതിൽ നമ്മൾ ആദ്യം ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്നതിന് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ട ഒന്നാണ് ഇത് മോർട്ടാലിറ്റി റേറ്റ്സ്, അല്ലെ? അല്ലെങ്കിൽ മരണനിരക്ക് എന്ന് നമ്മൾ പറയാം. ഓക്കെ, എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്? മോർട്ടാലിറ്റി റേറ്റ് ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാമോ?
യെസ്. നമുക്ക് അതിന്റെ മീനിങ് ഒന്ന് നോക്കാം. Mortality rate of death rate is a scale of the number of deaths in general or owing to a specific cause in a particular population measured to the size of the population per unit of time. Yes. എന്താണ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ മരണനിരക്ക്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? മരണനിരക്ക് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? സാധാരണ നമ്മൾ ഒരു വർഷം സംഭവിക്കുന്ന മരണങ്ങളുടെ കണക്കാണ് എടുക്കുന്നത് അല്ലെ? മെഷർമെന്റിന് വേണ്ടി നമ്മൾ സാധാരണയായിട്ട് ഒരു വർഷം നടക്കുന്ന മരണങ്ങളുടെ കണക്കുകളാണ് നമ്മൾ, അതായത് നമ്പർ ഓഫ് ഡെത്ത്സ് ആണ് നമ്മൾ, ടോട്ടൽ നമ്പർ ഓഫ്, അതായത് ഒരു വർഷത്തിൽ നടക്കുന്ന മൊത്തം മരണങ്ങളുടെ കണക്കാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ്സിൽ നോക്കുന്നത്. ഓക്കെ. യെസ്. അതായത് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണ്, ഒരു നിശ്ചിത ജനസംഖ്യയിൽ അല്ലെ, ഒരു പോപ്പുലേഷൻസിൽ എത്രത്തോളം, അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് നിശ്ചിത സമയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ എത്രത്തോളം മരണങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു വർഷം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര പേര് മൊത്തം മരിക്കുന്നു എന്നുള്ളതിന്റെ കണക്കാണ് എന്ത്, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അത് സൈസ്, പോപ്പുലേഷന്റെ സൈസ് നോക്കിയിട്ടാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. ഓക്കെ. മനസ്സിലായോ പറഞ്ഞത്? എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന്, അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നിശ്ചിത ജനസംഖ്യയില് ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടക്കുന്ന മൊത്തം മരണങ്ങളുടെ കണക്കിനെയാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ? The term mortality indicates the total death that happened, especially on a large scale such as in population or geographical area. It is normally represented in the form of mortality rate. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത് ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, മീൻസ് ഒരു പ്രദേശത്ത് അല്ലെ, ജിയോഗ്രാഫിക്കൽ ഏരിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇത്ര ആൾക്കാരിൽ എത്ര ആളുകൾ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെടുന്നു, ആ പോപ്പുലേഷൻ എത്ര പേരാണ് മരണപ്പെടുന്നതിന്റെ ആ ഒരു കണക്കാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ്സ് ആയിട്ട് ആ ടൈമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. As per the mortality rate definition, an index the number of deaths each year of a specified time interval in a specified population is called a mortality rate. ഇനി ഇവിടെ ഒരു ഡെഫിനിഷൻ പോലെ പറയുന്നത് എന്താണ്, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇന്റർവെല്ലില് അല്ലെ, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇടവേളയില്, പ്രത്യേകമായ ഒരു ഇടവേളയില് എത്ര പോപ്പുലേഷൻസ്, എത്ര പേര് മരിക്കുന്നു എന്നുള്ള കാരണമാണ് എന്ത് എന്നുള്ളതാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. യെസ്. അപ്പൊ ഇത് നമ്മൾ കണക്കാക്കുന്നതിന് വേണ്ടി ഇതിനൊരു ഫോർമുല നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. യെസ്. അതിന്റെ ഫോർമുലയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ഒന്നുകൂടി ചോദിക്കുന്നു, മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലായോ? എന്താണ് ഒരു മരണനിരക്ക് എന്ന് എല്ലാവർക്കും ഒരേപോലെ മനസ്സിലായോ? യെസ്. ഓക്കെ. ഇനി നമ്മൾ ഇതിന്റെ മെഷർമെന്റ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ പോപ്പുലേഷൻ യൂണിറ്റ്സ് ലൈക്ക് ദാറ്റ് പെർ 1000 പീപ്പിൾ ഫോർ റീകോൾ പീരീഡ് ഓർ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. അപ്പൊ അതിന്റെ നമ്മളിനി നോക്കുന്നത് ഇതിന്റെ കാൽക്കുലേഷൻ ആണ് നോക്കുന്നത്. അതായത് ഇത് സാധാരണ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് 1000 പേരുണ്ടെങ്കിൽ അതിൽ എത്ര പേര് മരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് കണക്കാക്കുന്നത്. മനസ്സിലായത്? അതായത് ഇപ്പൊ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്ന 1000 ആൾക്കാരാണെങ്കിൽ അതിൽ എത്ര പേരാണ് മരിക്കപ്പെടുന്നത് അല്ലെ, എത്ര പേരാണ് മരണപ്പെടുന്നത് എന്നതാണ് നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ. മനസ്സിലായോ? 1000 people for a recall period or a specified time frame എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓരോ 1000 പേരും അതായത് സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെയാണ് കണക്കാക്കുന്നത്. 1000 പേരുണ്ടെങ്കിൽ അതിൽ എത്ര പേരാണ് മരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കണക്കുകൾ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻസ് നമ്മൾ ചെയ്യുന്നത്. കേട്ടോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. ഇനി ഇവിടെ ഡെത്ത് റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് മെഷേഴ്സ്, അതിന്റെ മെഷർമെന്റ് പോലെ ഒരു കാൽക്കുലേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The mortality rate formula used for calculation according to the available statistics is, ഇതിന്റെ ഫോർമുല എങ്ങനെയാണ്, mortality rate is equal to number of deaths divided by total population into 1000. 365 നോക്കണ്ട, 1000 കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്, അതിന്റെ ഫോർമുല ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞില്ല, ഒരു വർഷത്തില് അതായത് 1000 പേരിൽ എത്ര പേര് മരിക്കുന്നു, അതായത് നമ്പർ ഓഫ് ഡെത്ത്സും ടോട്ടൽ പോപ്പുലേഷനും അതിൽ എത്ര പേരാണ് മരിച്ചത് ഇൻറ്റു
1000 എന്ന രീതിയിലാണ് നമ്മൾ അതിന്റെ കാൽക്കുലേഷന്റെ ഫോർമുല വരുന്നത്. പഠിക്കണം കേട്ടോ. ഓക്കെ. യെസ്. ഇനി നമുക്ക് ഒരു കാര്യം ചോദിക്കേണ്ടി, ഈ മരണനിരക്ക് കുറയുന്നത് നമുക്ക് എന്ത് കാരണമായിട്ട് മനസ്സിലാക്കാം? മരണനിരക്ക് കുറയുന്നത്, മരണനിരക്ക് കൂടുന്നത് എന്തായിരിക്കാം? നമ്മുടെ ആരോഗ്യ സേവനങ്ങൾ മികച്ച പെർഫോമൻസ്, മികച്ച രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ടാണ് മരണനിരക്ക് കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മരണനിരക്ക് കുറയുമ്പോൾ എന്ത് മനസ്സിലാക്കാം നമുക്ക്? ആരോഗ്യ സേവനങ്ങളിൽ ഹെൽത്ത് കെയർ മേഖലയിൽ നല്ല രീതിയിലുള്ള സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കും. ശരിയല്ലേ പറഞ്ഞത്? ആരോഗ്യ സംവിധാനങ്ങൾ എന്തെങ്കിലും വീഴ്ച വരുന്നത് കൊണ്ടല്ലേ അതായത് നമുക്ക് കൃത്യമായിട്ട് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെ, ഹെൽത്ത് സംരക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മരണനിരക്ക് കൂടുന്നത്. പക്ഷെ നല്ല ആരോഗ്യ സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ടായി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഒരു പരിധി വരെ മോർട്ടാലിറ്റി റേറ്റ്സുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു ദിവസം എത്ര പേര് മരിക്കുന്നതെന്ന് അറിയോ? ഒരു ദിവസം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് നമ്പർ ഓഫ് പീപ്പിളുടെ മരണനിരക്ക് കൂടുതലാണ്. ഒരു ദിവസം തന്നെ ഒത്തിരി ആൾക്കാർ, ഇപ്പൊ വലുതും ചെറുതുമായിട്ട് അല്ലെങ്കിൽ വയോജനങ്ങൾ ഉൾപ്പെടെ പല ആൾക്കാരും മരണപ്പെടുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ ഫോർമുല ഒന്ന് പഠിക്കണം കേട്ടോ. ക്ലിയർ? യെസ്. ഇനി നമ്മളിത് ഹോസ്പിറ്റലിലെ മോർട്ടാലിറ്റി റേറ്റ്സ് മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് നോക്കുന്നത് കേട്ടോ. ഇതിന്റെ മെയിൻ ഫോർമുലയാണ് നമ്മളിപ്പോ പഠിച്ചത്. ഹോസ്പിറ്റലിൽ ഇത് നമ്മൾ 3 രീതിയിൽ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട് മോർട്ടാലിറ്റി റേറ്റ്. അതായത് മരണനിരക്ക് 3 രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. ഓക്കെ. അതിൽ ഫസ്റ്റ് വരുന്നത് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്. എന്താന്ന് പറയാം? ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഈക്വൽ ടു total number of death happened in the hospital in a period of total number of death discharged during that period into 100. ഓക്കെ. ഇപ്പൊ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ആകെ മരണനിരക്കാണ് ഇവിടെയും പറയുന്നത്, അല്ലെ? ഏറ്റവും അത് തന്നെയാണ് ഗ്രോസ് അല്ലെ, മൊത്തം മരണനിരക്ക് എന്നാണ് അതിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. എന്താണ് മൊത്തം മരണനിരക്ക്? അല്ലെങ്കിൽ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ എങ്ങനെയായിരിക്കും കണക്ക് കൂട്ടുന്നത്? ഇങ്ങനെയായിരിക്കും കണക്ക് കൂട്ടുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ഒരു ഹോസ്പിറ്റൽ ഒരു പീരീഡിനുള്ളിൽ എത്ര മരണം സംഭവിക്കുന്നു എന്നത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? ആദ്യം മൊത്തം ഒരു മരണം, ഒരു സ്പെസിഫിക് പീരീഡിൽ മൊത്തം മരണം സംഭവിച്ചതിനെയാണ് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യുന്നത്. പിന്നീട് എന്താ ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് എന്ന് പറയുന്നത്? എന്താ പറയുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. പറയൂ, എന്താണ്? ഇതിന്റെ മൊത്തം കണക്കാണ് നമ്മൾ നോക്കുന്നത്. ഡിവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജ്. മറ്റെന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ഹോസ്പിറ്റൽ സ്പെസിഫിക്. ഒരു പീരീഡിനുള്ളിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആൾക്കാർ മരിക്കുന്നത്, അല്ലെ? ഒരു പീരീഡിനുള്ളിൽ മൊത്തം ഹോസ്പിറ്റലിനകത്ത് മരിക്കുന്ന ആൾക്കാരാണ്. ഇതെന്താണ്? സെക്കൻഡ്. നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തിനെ കൊണ്ടാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. അവിടെ എന്താ പറയുന്നത്? ഡിസ്ചാർജ് ആയിട്ട്, അതായത് ഡിസ്ചാർജ് ആയതിനു ശേഷം മരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ? യെസ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 100. അങ്ങനെയാണ് അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് സ്പെസിഫിക് പീരീഡ് ഹാപ്പൻ ചെയ്തത് എപ്പോഴാണ്? then divided by total number of death discharged during that period into 100. Okay. Yes, ആണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെ മെഷർമെന്റ്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് അതും പഠിക്കണം കേട്ടോ. ബോക്സ് വരച്ചിരിയോ പിക്ക് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത് പഠിക്കാം. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് പഠിക്കാം കേട്ടോ. മനസ്സിലാവാത്തതുണ്ടോ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്ന് പറഞ്ഞത്? അതായത് ഒരു നിശ്ചിത കാലയളവിൽ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന മൊത്തം മരണങ്ങളുടെ കണക്കിന് നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഹരിക്കുന്നത് നമ്മള്?
ഹരണം തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിലും പറയുന്നത്? ഹരിക്കുക അല്ലെ, ഡിവൈഡഡ് ബൈ തന്നെയല്ലേ പറയുന്നതിന്. വേറെ എന്തെങ്കിലും വാക്കുകളുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും ഭാഷയാണോ സൂചിപ്പിക്കുന്നത് അറിയില്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ. അപ്പൊ മൊത്തം മരണനിരക്കിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ആ കാലയളവിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് മരണപ്പെട്ട കണക്കുകളെ നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെയാണ് അതിന്റെ മെഷർമെന്റ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുന്നവരിൽ എത്ര ശതമാനം പേര് മരണപ്പെട്ടു എന്നതാണ് നമ്മൾ നെറ്റ് മോർട്ടാലിറ്റി ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? അതായത് ആകെ മരണനിരക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു നിശ്ചിത കാലയളവിലുള്ള ആകെ മരണങ്ങളെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത മരണങ്ങളുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 അങ്ങനെ ഗുണിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടൊരു മെഷർമെന്റ് ലഭിക്കുന്നതാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ മൊത്തം മരണനിരക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ നോട്ട് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. All the deaths that include death in emergency and ICU must be counted in denominator. All type of discharge must be taken in an account. ഇനി നമ്മളിവിടെ മരണനിരക്ക് നോക്കുന്ന സമയത്ത് എമർജൻസി, അതായത് ICUയിൽ മരണപ്പെട്ട ആൾക്കാരുടെ കണക്കും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് മൊത്തം മരണമാണ് ഇവിടെ നോക്കുന്നത് അല്ലെ, അതായത് ഹോസ്പിറ്റലിൽ സംഭവിച്ചിരിക്കുന്ന മൊത്തം മരണമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതുകൂടി നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് എമർജൻസി ICUയിൽ മരണപ്പെട്ടവരും അല്ലെങ്കിൽ എന്താണ് എമർജൻസി പീരീഡിൽ ICUയിൽ മരണപ്പെട്ട കണക്കുകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മാത്രമല്ല ഡിനോമിനേറ്റർ ആയിട്ട്, അതായത് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ഡിസ്ചാർജസും നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ആകെ മരണമല്ല എടുക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ വശങ്ങളും അതിൽ കൗണ്ട് ചെയ്തിട്ടാണ് അതിനെ ആ ഒരു ഫോർമുലയിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഇനി മനസ്സിലാവാത്തുണ്ടോ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്ന്? യെസ്, അതൊന്ന് വായിച്ചു നോക്കിയേ. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എഴുതിയതൊന്ന് വായിച്ചു നോക്കൂ. നമ്മൾ ഇതുകൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത്? ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരുന്നവരെ എത്രത്തോളം പേര് മരണപ്പെട്ടു എന്നത് കൂടി നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ചികിത്സയിൽ ഇരിക്കുക, സ്പെസിഫിക് പീരീഡിൽ ചികിത്സയിൽ ഇരിക്കെയുള്ള ആൾക്കാർ എത്രത്തോളം പേര് മരിച്ചു എന്നും ഡിസ്ചാർജിന് ശേഷം എത്രത്തോളം പേര് മരിച്ചു എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, യെസ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്? അതും total number of deaths that occurred after 48 hours of admission of the patient divided by total number of death and discharge during that period to 100. Okay, yes. So net mortality rate എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് മൊത്തം മരണനിരക്ക് തന്നെയാണ്. അത് വേറൊരു രീതിയിലാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതായത് 48 മണിക്കൂറിനുള്ളിൽ മരിച്ചവരും 48 മണിക്കൂറിന് ശേഷം മരിച്ചവരും, അതെ ആഫ്റ്റർ 48 ഹവേഴ്സിന് ശേഷം മരിച്ചവരും, അതേപോലെ എന്താണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻടു 100 എന്ന് പറഞ്ഞാൽ എന്താ? അതിനുശേഷം ആ ഒരു പീരീഡിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് മരിച്ച ആൾക്കാരുടെ എണ്ണമാണ് നമ്മൾ അതിൽ കാൽക്കുലേഷൻസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 48 മണിക്കൂറിന് ശേഷം സംഭവിച്ച മരണങ്ങളുടെ കണക്കും അതുപോലെ തന്നെ മരണങ്ങളുടെ എണ്ണവും അതിനുശേഷം എന്താണ് നമ്മൾ നോക്കുന്നത്? ആ കാലയളവിൽ മരണപ്പെട്ട ഡിസ്ചാർജ് ചെയ്ത ആളുകളുടെ എണ്ണവും ഇൻടു 100 എന്ന രീതിയിലാണ് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത് മൊത്തം മരണനിരക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്, അതായത് 48 ഹവേഴ്സിന് ശേഷം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? 48 മണിക്കൂറിന് ശേഷം മരിച്ച ആളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് ആ കാലയളവില് മരണപ്പെട്ട ഡിസ്ചാർജ് ചെയ്ത
ആളുകളുടെ എണ്ണം ഇൻറ്റു 100. ഇങ്ങനെയാണ് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായോ ഇക്വേഷൻ? ഓക്കെ, ദെൻ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് 48 മണിക്കൂറിന് ശേഷം മരിച്ചവരെയും പറയുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്താ, death occurring with 48 hours of discharge must also be not enumerated. ഓക്കെ, നമുക്ക് 48 മണിക്കൂറിനുള്ളിൽ മരിച്ച ആൾക്കാരുണ്ടാവും അല്ലെ. 48 മണിക്കൂറിന് ശേഷമല്ല, അതിനുള്ളിൽ മരിച്ച ആൾക്കാരെ നമുക്ക് എന്താണ് ഈ ഒരു കാൽക്കുലേഷൻസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മനസ്സിലായത്? 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന മരണവും നമുക്ക് സംഖ്യയിൽ കണക്കാക്കാം കേട്ടോ. ആഫ്റ്റർ മാത്രമല്ല, 48 ഹവേഴ്സിനുള്ളിൽ നടക്കുന്നത് നമുക്ക് എന്താണ് ആ ഒരു എണ്ണം നമുക്ക് ഇതിൽ മെഷർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ നെറ്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഇക്വേഷൻ പഠിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് occurred after 48 hours of admission divided by total number of death and discharge during that period into 100. ഓക്കെ, ഇതാണ് നെറ്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫോർമുല. ക്ലിയർ? യെസ്. ഇനി നമ്മൾ നോക്കുന്നത് ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഇനി നമ്മൾ ICUലെ മാത്രമുള്ള മരണനിരക്ക് കണക്കാക്കുകയാണ്. ഓക്കെ, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരീഡ് divided by total number of patients discharged from ICU in that period into 100. ഇതൊന്ന് പറയാൻ പറ്റുമോ നോക്കി. ICUയിൽ എങ്ങനെയായിരിക്കും നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് കണക്കാക്കുന്നത്? ICUലെ മൊത്തം മരണനിരക്കിനെ മരിച്ച പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU ദാറ്റ് പീരീഡ്. ആ ഒരു പീരീഡിൽ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ആളുകളുടെ എണ്ണം ഇൻറ്റു 100 എന്ന നിലയിലാണ് ICUലെ നമ്മൾ സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് സെപ്പറേറ്റഡ് ആയിട്ട് കണക്കാക്കുന്നത്. അതായത് ICUയിൽ മാത്രം മരിച്ച ആൾക്കാരുടെ എണ്ണം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആ ഡെഫിനേഷൻസും പഠിക്കണം കേട്ടോ. ആ ഒരു ഫോർമുലയെ കൂടെ നിങ്ങൾ പഠിക്കാം. ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാണ് കാണുന്നത്? ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരീഡ് or divided by total number of patients discharged from ICU in that period into 100. Okay, clear? ബാക്കിയുള്ളവരൊന്നും കമ്പിടാത്തത് മനസ്സിലാവാഞ്ഞിട്ടാണോ? അല്ലേ? പഠിക്കണം, ഇക്വേഷൻസ് പഠിക്കണം. നോട്ട് ഇല്ല, നോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇക്വേഷൻ പഠിക്കും, ഇക്വേഷൻ ചോദിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിലൊരു നോട്ടുള്ള ICUലെ കാര്യം പറയുന്നത്. ഓൺ സിമിലർ ലൈൻസ് കണ്ടീഷൻ സ്പെസിഫിക് ഓർ specialty specific death rate can also be calculated like maternity mortality rate etc. ഇനി ഇവിടെ പറയുന്നത് സിമിലർ ലൈൻസ് അല്ലെങ്കിൽ ICUയിൽ നടക്കുന്ന സ്പെസിഫിക് കണ്ടീഷൻസ് ഉള്ള കേസുകൾ ഉണ്ടാവും അല്ലെ. അതും നമ്മൾ എന്താണ്, അതായത് ചില കേസുകൾ എന്താ പറയാ പ്രത്യേക കണ്ടീഷൻസ് ഉള്ളതുണ്ടാകുന്നത്. അത് നമ്മൾ എന്താണ് ഈ ഒരു കാൽക്കുലേഷൻസിൽ ഉൾപ്പെടുന്നത്. പ്രത്യേക രീതിയിൽ മരണപ്പെട്ട കേസുകൾ ഉണ്ടായിരിക്കാം. അത് നമ്മൾ എന്താണ് ഈ ഒരു സിമിലർ ലൈൻസിലാണ് അല്ലെങ്കിൽ ICUs അതായത് ICUയിൽ സംഭവിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള കേസുകൾ അത് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഉദാഹരണമാണ് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, അതായത് മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത്. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസുകൾ മരിക്കുന്നില്ലേ മരണത്തെ, അതായത് ചിലപ്പോൾ വലിയ കോംപ്ലിക്കേഷൻസ്, അതിന് ഉദാഹരണമാണ് കേട്ടോ മെറ്റേണിറ്റി മോർട്ടാലിറ്റി. ചിലപ്പോൾ വലിയ കോംപ്ലിക്കേഷൻസ്, ഇപ്പൊ നോർമൽ ഡെലിവറി പറഞ്ഞ പേഷ്യൻസ് ആണെങ്കിലും ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ എന്താണ് സിസേറിയൻ ആവശ്യമായിട്ടുണ്ട്. പക്ഷെ സിസേറിയന്റെ സെക്ഷൻസിൽ എന്താണ് വേറെ കോംപ്ലിക്കേഷൻസ് പിന്നെയും വന്നേക്കാം. അങ്ങനെയുള്ളവർ പെട്ടെന്ന് നമ്മൾ ICUലേക്ക് മാറ്റും. ദെൻ അതിനുശേഷം എന്താണ് അവിടെയും കോംപ്ലിക്കേഷൻസ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു കണ്ടീഷൻസിൽ മരിക്കുന്ന ICUയിൽ മരിക്കുന്ന കേസസുകൾ നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റഡ് ആയിട്ട് കേട്ടോ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പോലെയാണ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതും അത്തരം സ്പെസിഫിക് ആയിട്ടുള്ള ഡെത്ത് റേറ്റ്സുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ 3 രീതിയിലാണ് നമ്മളുടെ മോർട്ടാലിറ്റി റേറ്റ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പൊ 3 ഫോർമുലാസും പഠിക്കണം കേട്ടോ. ഒന്ന് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡെത്ത്. സോറി, അതിന് മുൻപ് നമ്മൾ എന്താണ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല, മെയിൻ ഫോർമുല എന്താണ്?
നമ്പർ ഓഫ് ദ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻടു 1000 കേട്ടോ. ഇതൊക്കെ ഒരു വർഷത്തിലുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു വർഷത്തിലെ ജനസംഖ്യ എത്ര പേര് മൊത്തത്തിൽ മരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡെഫിനിഷൻ, ഈ ഒരു ഫോർമുല പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ എന്താണ് ലാസ്റ്റത്തെ ഈ ഒരു പോയിന്റ് ഉണ്ടോ, ഇതിലെല്ലാം പഠിക്കാനുള്ളത് തന്നെയാണ്, എന്നാൽ പോലും ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ഇറ്റ് ഇസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ പോപ്പുലേഷൻ യൂണിറ്റ്സ് ലൈക്ക് ഡെത്ത് പെർ 1000 പീപ്പിൾ ഫോർ റീകോൾ പീരീഡ് ഓർ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഈ ഒരു പോയിന്റ് കൂടെ. അതായത് ഒരു നിശ്ചിത ജനസംഖ്യയിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു വർഷത്തിനുള്ളിൽ എത്ര പേര് മരിക്കുന്നു എന്നുള്ളതാണ് നമ്മള്, അതായത് സാധാരണയായിട്ട് ഓരോ 1000 പേർക്കും എത്ര പേര്, 1000 പേരിൽ എത്ര പേര് മരിക്കുന്നു എന്നത് കണക്കാക്കുന്നതാണ് നമ്മൾ ഈ ഒരു ഫോർമുലയിൽ പറയുന്നത് കേട്ടോ. ഇനി ഹോസ്പിറ്റലിൽ നമ്മൾ മോർട്ടാലിറ്റി റേറ്റിന് 3 ഡെഫിനേഷൻസ് പഠിക്കുന്നുണ്ട്. 3 രീതിയിലാണ് അതിന്റെ കാൽക്കുലേഷൻസ് വരുന്നത്. ഒന്ന് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. 3ന്റെയും ഇക്വേഷൻസ് പഠിക്കും കേട്ടോ. ഈ 3ഉം ക്ലിയർ ആണോ? 3 ഫോർമുലാസും ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സൂചകങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഇൻഡിക്കേറ്റർ ആണ് എന്ത്, മോർട്ടാലിറ്റി റേറ്റ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോർട്ടാലിറ്റി റേറ്റ്സ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതേ കാറ്റഗറിയിൽ വരുന്ന മറ്റൊന്നാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് ഇൻഫാന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ IMR എന്ന് പറയും അല്ലെ. യെസ്, ഇൻഫാന്റ് ആരാണ്, നവജാത ശിശുക്കളുടെ മരണമാണ് അല്ലെ. യെസ്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് ദ നമ്പർ ഓഫ് resident newborns in a prescribed geographic area or country, state, etc. dying under 1 year of age divided by the number of resident lives births for the same geographic area for prescribed time, normally a calendar year, and multiplied by 1000. എന്താണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ ഇത്? ശിശു മരണ നിരക്ക് നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ, ശിശു മരണ നിരക്ക്. എന്താണ് ശിശു മരണ നിരക്ക്? ഒരു നിശ്ചിത ഭൂമിശാസ്ത്ര പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയയിലോ ഒരു കൺട്രിയിലോ സ്റ്റേറ്റിലോ താമസിക്കുന്ന നവജാത ശിശുക്കളുടെ മരണത്തിന്റെ എണ്ണമാണെന്ത്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത വർഷത്തിനുള്ള ഒരു സ്പെസിഫിക് പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എന്താണ് 1000 ലൈവ് ബർത്തുകൾ, അതായത് തത്സമയ ജനനത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ലൈവ് ബർത്ത് എന്ന് പറയുന്നത്. 1000 തത്സമയ ജനനങ്ങളിൽ 1 വയസ്സിൽ താഴെ, അതായത് 1 വയസ്സിൽ 1000 ജനനം 1000 ബർത്ത് ഉണ്ടാകുന്ന സമയത്ത് അതില് 1 വയസ്സിൽ താഴെ പ്രായത്തിൽ മരിക്കുന്ന ശിശുക്കളുടെ എണ്ണമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആ പോയിന്റ് അവിടെ കൊടുത്തിട്ടില്ല, അതാണ് കറക്റ്റ് എക്സാക്ട് പോയിന്റ് എന്ന് പറഞ്ഞത്. എന്താണ്, അതായത് ഒരു നിശ്ചിത വർഷത്തിൽ ഒരു പ്രത്യേക പ്രദേശത്ത്, ഏതെങ്കിലും ഒരു പ്രദേശം, സ്റ്റേറ്റ് ആവും കൺട്രിയോ, ഏതെങ്കിലും ഒരു പ്രദേശത്ത് 1000 ലൈവ് ബർത്തുകളെ, മനസ്സിലായില്ലേ? ലൈവ് ബർത്ത് എന്താണ്, തത്സമയ ജനനമാണ്. കുഞ്ഞുങ്ങൾ ജനിച്ച സമയത്ത് 1 വയസ്സിൽ താഴെ പ്രായത്തിൽ മരിക്കുന്ന ശിശുക്കളുടെ എണ്ണമാണ് IMR എന്ന് പറയുന്നത്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്? Number of resident infant deaths or divided by number of resident live birth into 1000. ഓക്കെ, നമ്മൾ 1000 കുട്ടികളാണ് എടുക്കുന്നത് അല്ലെ. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഒരു എക്സാമ്പിൾ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, മൊത്തം ജനനം അല്ലെങ്കിൽ കുഞ്ഞിന്റെ തത്സമയ ജനനങ്ങളിൽ ലൈവ് ബർത്ത്, അതായത് എത്ര കുട്ടികളാണോ ജനിച്ചിരിക്കുന്നത് മൊത്തം കുട്ടികൾ ഡെത്ത് ഡിവൈഡഡ് ബൈ ലൈവ് ബർത്ത് എന്ന രീതിയിൽ അതിനെ നമ്മൾ into 1000, മൊത്തം കുട്ടികളുടെ എണ്ണത്തോടും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഹരിക്കുന്നതാണ് എന്താ ഇതിന്റെ കാൽക്കുലേഷൻസ് വരുന്നത്. ഓക്കെ, ദെൻ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ അതിന് മുമ്പ് വേറൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. അതായത് 2017 നമ്മളുടെ
2017 നമ്മുടെ IMR-ന്റെ കണക്കെടുത്താൽ, അതായത് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് 2017 കണക്കെടുത്താല് അതില് 33, അതായത് 2017 ഇൻഫാന്റ് റേറ്റ് എന്ന് പറയുന്നത് 33 ആയിരുന്നു, 33 ആയിരുന്നു, 33% ആയിരുന്നു എന്താ ഡെത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് 1000 ജനനങ്ങളിൽ 1000 കുഞ്ഞുങ്ങൾ ജനിച്ചതിൽ എത്ര പേര് മരണപ്പെട്ടു എന്നാണ് നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ടത്. 1000 കുഞ്ഞുങ്ങൾ മൊത്തത്തിൽ ജനിച്ചു, അതിൽ എത്ര പേര് മരിച്ചു എന്നാണ് 2017 കണക്കിൽ നമുക്ക് മനസ്സിലാവേണ്ടത്. എന്നോട് ശ്രദ്ധിച്ചേ, 2017 ഇന്ത്യയിൽ IMR-ന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 33 ആയിരുന്നു. 33, അതായത് 1000 കുഞ്ഞുങ്ങൾ ജനിച്ചതിൽ 33 പേർക്ക് എന്ത് സംഭവിച്ചു? 33 കുട്ടികൾ ഒരു വയസ്സിന് താഴെ മരണപ്പെട്ടു കേട്ടോ. അതാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. 2017 33 ആണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ്? 1000 കുട്ടികൾ ജനിച്ചതിൽ 33 പേരാണ് അതിൽ മരണപ്പെട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഇനി 1000 കുട്ടികളിലെ ഇപ്പൊ 2018 അല്ലെങ്കിൽ 2019 കണക്കെടുത്തപ്പോ 45 ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. 45 ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 1000 കുട്ടികളിലെ എത്ര കുട്ടികളാണ് മരണപ്പെട്ടത്? 1000 കുട്ടികളിലെ എത്ര പേര് മരണപ്പെട്ടു? മനസ്സിലായില്ലേ പറയുന്നേ? ഹലോ, ആൻസർ പറയാത്ത എന്താ ചോദിച്ചിട്ട്? ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. 2018 ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 45 ആണ്. അപ്പൊ എത്ര കുട്ടികളാണ് ഒരു വർഷം മരിച്ചിരിക്കുന്നത്? ഒരു വർഷമുള്ള കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ 1000 പേരെന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ 1000 പേര് എത്ര കുട്ടികൾ മരിച്ചു? മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് 45 ആണ് കിട്ടിയത്. അപ്പൊ 45 പേരാണ് മരിച്ചത് അല്ലെ. മറ്റേത് 2017 കണക്കെടുക്കുകയാണെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എത്രയായിരുന്നു? 33. അപ്പൊ 1000 കുട്ടികളില് 33 പേരാണ് ജനനത്തിന്, അതായത് ഒരു വയസ്സിന് താഴെയായിട്ട് കുട്ടികൾ മരിച്ചത്. ഓക്കെ, അങ്ങനെയാണ് തന്നെ കണക്കുകൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ കുറെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലത്തെ എക്സാമ്പിൾസ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 2008 കുട്ടികളുടെ ജനനം 1300 പേര്. അതേപോലെ തന്നെ ലൈവായിട്ട് മരിച്ച കുട്ടി, അതായത് എന്താ പറയാ, എത്ര പേരാണ് ജനിച്ചത്, എത്ര പേര് ലൈവ് ബർത്തുകൾ, ജനന സമയത്ത് ഉണ്ടായ ബർത്തുകൾ എത്രയാണ് എന്നുള്ള കാൽക്കുലേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കണക്കുകൾ നമ്മുടെ ഇൻറ്റു ഡിവൈഡഡ് ബൈ 1000 നോക്കുമ്പോൾ എത്രയാണ്? 8.7 ഇൻഫാന്റ് ഡെത്ത്സ് എന്ന കണക്കാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ 2017 കണക്കുകൾ പോലും തന്നെയാണ് ഇവിടുത്തെ 2008 കണക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് 1300 ഡിവൈഡഡ് ബൈ എത്രയാണ്? എത്ര പേരുണ്ട്? 1 ലക്ഷമാണോ? 1,50,000 പേരാണ് അല്ലെ. ഇൻറ്റു 1000 ആണ്. അപ്പൊ നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? 8.7 ഇൻഫാന്റ് ഡെത്ത്സ് എന്ന് കാൽക്കുലേഷൻ ചെയ്തു. അപ്പൊ 2008 കണക്കെടുക്കുകയാണെങ്കിൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്സ് എന്ന് പറയുന്നത് 8.7 ആണ്. ഓക്കെ, യെസ്, മനസ്സിലായോ? നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്നും പഠിക്കണ്ട കേട്ടോ. കുറച്ചും കൂടി എളുപ്പമാവാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഈ കാൽക്കുലേഷൻ മാത്രം പഠിക്കാൻ, ഈ ഫോർമുല മാത്രം പഠിക്കാം കേട്ടോ. നമ്പർ ഓഫ് റിസിഡന്റ് ഇൻഫാന്റ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റിസിഡന്റ് ലൈവ് ബർത്ത് ഇൻറ്റു 1000. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല, അതൊന്നും പഠിക്കണ്ട കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ഫോർമുലാസ് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കുന്നത്, അപ്പോൾ ഇത് പഠിച്ച എന്താണ്? ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് അല്ലെ. എന്താണെന്ന് മനസ്സിലായി? ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് നവജാത ശിശുക്കളുടെ മരണനിരക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രദേശത്ത്, ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു സമയത്ത് 1000 കുട്ടികളിൽ, അതായത് 1000 തത്സമയ ജനനങ്ങളിൽ അല്ലെങ്കിൽ 1000 ലൈവ് ബർത്തില് ഒരു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എത്ര പേര് മരണപ്പെട്ടു എന്നുള്ളതാണ് IMR റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇൻ ഹോസ്പിറ്റലിൽ ഇതിന്റെ കാൽക്കുലേഷൻസ് വരുന്നത്, ഇത് നമ്മൾ മൊത്തം ഫോർമുലയാണ് പറഞ്ഞത്.
ഹോസ്പിറ്റൽ ഫോർമുലേഷൻ എങ്ങനെയാണ് വരുന്നത്? ഫോർമുല എങ്ങനെയാണ്? ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫാന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ് ഡിവൈഡഡ് ബൈ total number of infant discharge and death during that period into 100. Okay. Hospital എടുക്കുകയാണെങ്കിലാണ് നമ്മൾ ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് ഇക്വേഷൻ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫാന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. എത്രത്തോളം നവജാത ശിശുക്കൾ ഒരു പീരീഡില് മരണപ്പെട്ടു ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫാന്റ് ഡിസ്ചാർജ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫാന്റ്, എത്ര കുട്ടികളാണ് ഇൻഫാന്റ് ഡിസ്ചാർജ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻറ്റു 100 എന്ന നിലയിൽ നമ്മൾ ഇതിൽ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഹോസ്പിറ്റലിലെ IMR നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടായ ഒരു വർഷം ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്ക് രേഖപ്പെടുത്തിയ ഒരു വർഷം ഉണ്ട്, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, അറിയാമോ? അറിയില്ല? ഒന്ന് നോക്കിയേക്കട്ടോ എന്നാണെന്ന് ആ വർഷം. ഏറ്റവും കൂടുതൽ മരണനിരക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് രേഖപ്പെടുത്തിയ ഒരു വർഷം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്താണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത്. ഓക്കെ. അപ്പൊ ഈ ഒരു ഇക്വേഷൻസും പഠിക്കണം കേട്ടോ, ഹോസ്പിറ്റൽ ഇക്വേഷനും പഠിക്കണം, മൊത്തത്തിലുള്ള കാൽക്കുലേഷൻ എങ്ങനെയാണ് നമുക്ക് പഠിക്കണം കേട്ടോ. ക്ലിയർ ആണോ? അതെ, നമ്മളെ ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്ന 2 പ്രധാന സൂചകങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റും മോർട്ടാലിറ്റി റേറ്റ്. മോർട്ടാലിറ്റി റേറ്റിനെ നമ്മൾ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു: ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് ആൻഡ് ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. ദെൻ അതേപോലെ തന്നെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റിൽ നമ്മൾ മൊത്തം 1000 കുട്ടികളുടെ മെഷർമെന്റ് ആണ് അതിൽ ചെയ്തത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ മറ്റൊരു കണക്ക്, അതായത് 100 കുട്ടികളിൽ ഇത്ര പീരീഡിൽ എത്ര കുട്ടികൾ മരണപ്പെടുന്നു എന്നത്, ലൈഫ് ബർത്ത് എത്രത്തോളമാണ് അല്ലെങ്കിൽ ഇൻഫാന്റ് ഡെത്ത് എത്രത്തോളം ആണെന്ന രീതിയിൽ അതിന്റെ കാൽക്കുലേഷൻസ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻസ് എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ, മറന്നു പോകരുത്, പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് prevalence of a disease. Prevalence of a disease. ഇത് എന്താണ്? ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്ന മറ്റൊരു സൂചകമാണ് എന്ത്? പ്രിവാലൻസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. എന്താണ് പ്രിവാലൻസ് അല്ലെങ്കിൽ പ്രിവാലൻസ് എന്ന് പറയുന്നത്? എന്താണ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അത് പുതിയൊരു പദമാണോ? പുതിയതായിട്ട് കേൾക്കുന്നതാണോ? കേട്ടിട്ടില്ല? രോഗത്തിന്റെ വ്യാപനം എന്ന് മലയാളത്തിൽ കേട്ടിട്ടുണ്ടോ? രോഗങ്ങളുടെ വ്യാപനം എന്ന് കേട്ടിട്ടുണ്ടോ? രോഗങ്ങൾ എങ്ങനെയാണ് വ്യാപിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഇത് ഒരു ടൈപ്പ് ഓഫ് മെഷർമെന്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ വേറൊരു രീതിയിലാണ് ഇത് കണക്കാക്കുന്നത്. അതായത് പ്രിവാലൻസ് ഓഫ് എ ഡിസീസസ് എന്ന് പറയുന്നത്, രോഗത്തിന്റെ വ്യാപനം എന്ന് പറയുന്നത് എന്താണ്? നമുക്കത് നോക്കാം. പ്രിവാലൻസ് റെഫർ ടു ആസ് പ്രിവലൻസ് റേറ്റ് is the proportion of a persons in a population who are affected with a particular disease or attribute at a specified point in time or over a specified period. Okay. Prevalence എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? രോഗങ്ങൾ എങ്ങനെ വ്യാപിക്കും, അതിന്റെ കാരണങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാൽക്കുലേഷൻസ് ആണ്. അതായത് ഒരു നിശ്ചിത സമയത്ത് സ്പെസിഫിക് പീരീഡിനുള്ളിലോ അല്ലെങ്കിൽ കാലയളവിലോ ജനസംഖ്യയിൽ ഏതെങ്കിലും ഒരു രോഗം അല്ലെങ്കിൽ ഏതെങ്കിലും രോഗാവസ്ഥയുള്ള ആളുകളുടെ അനുപാതമാണ് എന്ത്? പ്രിവാലൻസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഏതെങ്കിലും ഒരു പീരീഡില് ഏതെങ്കിലും ഒരു
രോഗത്തെ കുറിച്ചിട്ടുള്ള, ആ രോഗത്തിന്റെ വ്യാപനത്തെ കുറിച്ചിട്ടുള്ള ഒരു ഏതെങ്കിലും പെർട്ടിക്കുലർ ഡിസീസ്, ഏത് തരത്തിലുള്ള അസുഖങ്ങളാവും, ഏത് തരം കണ്ടീഷൻസും ആവാം അത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകളുള്ള ആ അസുഖങ്ങളുള്ള ആളുകളുടെ അനുപാതമാണ്, അതിന്റെ റേഷ്യോ ആണ് എന്ത് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? നിങ്ങളോട് ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത സമയത്തിനുള്ളില് അല്ലെങ്കിൽ ഒരു കാലയളവിനുള്ളിൽ ഒരു പോപ്പുലേഷൻ, ജനസംഖ്യയില് ഒരു രോഗം, ഏതൊരു രോഗവുമാവും, ആ രോഗം ബാധിച്ച ആളുകളുടെ എണ്ണമാണ്, അല്ലെങ്കിൽ ആ ആളുകളുടെ അനുപാതമാണ് എന്ത് പ്രിവാലൻസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്തേ. Is the proportion of a persons in a population who are affected with a particular disease or attribute at a specified point in time of over a specified period. ഇത് മലയാളം പഠിച്ചിട്ട് പറഞ്ഞതാ. മനസ്സിലായോ പ്രിവാലൻസ് ഓഫ് എ ഡിസീസസ് എന്താണെന്ന് പറയുന്നത്? എന്താണ് ഒന്നുകൂടി പറയാം. ഒരു നിശ്ചിത സമയത്തോ കാലയളവിലോ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു രോഗം, അല്ലെ, ആ രോഗം ഉള്ള ആളുകളുടെ അനുപാതമാണ്, ആ രോഗാവസ്ഥ തുടരുന്ന ആളുകളുടെ റേഷ്യോനെയാണ്, അല്ലെങ്കിൽ പ്രൊപ്പോർഷനെയാണ് എന്ന് പറയുന്നത് പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് എന്ന് പറയുന്നത്. ക്ലിയർ? അത് മനസ്സിലാവേണ്ടി ഇനി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. അത് എന്താണെന്ന് ആദ്യം മനസ്സിലായാലേ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, യെസ്. Prevalence is a measure of diseases that let us determine a person's likelihood of having a disease. So the number of prevalent cases is the total number of cases of diseases that exist in a population. The prevalence is measured by dividing the number of persons with the diseases or condition at a particular time point by the number of individuals examined. ഇനി ഇതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ഒരു രോഗത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ രോഗത്തിന്റെ വ്യാപനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഇവിടെ വരുന്നത്. ഓക്കെ, യെസ്. അത് ആദ്യം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആ രോഗം വരാനുള്ള സാധ്യതയാണ്, അല്ലെ, വരാനുള്ള കാരണമായിരിക്കും നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത്, അല്ലെ. ഒരു രോഗം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ എന്താണ് ഒരു ജനസംഖ്യയിൽ നിലനിൽക്കുന്ന ആകെ രോഗബാധിതരുടെ എണ്ണമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒരു രോഗത്തെ കുറിച്ച്, ഇപ്പൊ ഒരു രോഗം കൊറോണ വന്നു, ആ കൊറോണ എത്ര പേർക്ക് വന്നു, അത് വരാനുള്ള സാധ്യത എന്നുള്ള കാര്യങ്ങളാണ്. ആ ഡിസീസസ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ നമ്മൾ എന്തെങ്കിലും നോക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്തൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഓക്കെ, അത് വരാനുള്ള സാധ്യത എന്താണ്, അത് വ്യാപിക്കാനുള്ള സാധ്യത എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കുന്നത്. അതോടൊപ്പം തന്നെ എത്ര പേർക്ക് ഇത് ബാധിച്ചിട്ടുണ്ട്, അല്ലെ, കൊറോണ വന്നപ്പോൾ അത് എത്ര പേർക്ക് ബാധിച്ചിട്ടുണ്ട് അതൊക്കെ വ്യക്തമായി. ഇപ്പൊ നമുക്ക് കൊറോണ സംഭവിച്ചില്ലേ, നിപ്പ ഉണ്ടായില്ലേ, ഇതൊക്കെ എത്ര പേർക്ക് കൃത്യമായിട്ട് വ്യാപിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായ കണക്കുകൾ എന്തിനുണ്ട്, ഹെൽത്ത് സ്റ്റാറ്റസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര പേർക്ക് ഏതൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് തുടർന്ന് ഏതൊക്കെ അസുഖങ്ങളാണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. Yes. The prevalence is measured by dividing the number of persons with the diseases or condition at a particular time point by the number of individual examined. ഇതിനെങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥ നേരിടുന്ന ആളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുന്നു, dividing the number of persons with diseases or condition at a particular time point by the number of individual examined. അതായത് ഒരു പ്രദേശത്ത് ഒരു രോഗാവസ്ഥ തുടരുന്ന ആളുകളുടെ മൊത്തം എണ്ണം ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യക്തികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചിട്ടാണ്. അതായത് അവിടെയുള്ള എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ട് എന്നതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് പ്രിവാലൻസ്, അതായത് രോഗത്തിന്റെ വ്യാപനം നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതോട് ശ്രദ്ധിച്ച് ഇതിനെങ്ങനെയാണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത്? ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ ഒരു രോഗമുള്ള വ്യക്തികളുടെ എണ്ണം, മൊത്തത്തിലുള്ള എണ്ണം, ആകെയുള്ള ആ അവസ്ഥകളുടെ ആകെയുള്ള എണ്ണം ഡിവൈഡഡ് ബൈ വ്യക്തികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചിട്ടാണ് നമ്മൾ പ്രിവാലൻസ് ഓഫ് ഡിസീസസ് എന്ന മെഷർമെന്റ് കണ്ടുപിടിക്കുന്നത്. രോഗത്തിന്റെ വ്യാപനം കണ്ടുപിടിക്കുന്നതിന്റെ ഒരു ഫോർമുലയാണ് എന്ത്, ഡിവൈഡിങ് ദ നമ്പർ ഓഫ് പേഴ്സൺ വിത്ത് ദ ഡിസീസസ് or condition at a particular time point by the number of individual examined. Okay, മനസ്സിലായോ നിങ്ങൾക്കത് പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതായത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക അവസ്ഥയുള്ള ആളുകളുടെ എണ്ണം, മൊത്തം എണ്ണം ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എക്സാമിൻഡ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിവാലൻസ് ഓഫ് ഡിസീസസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ?
ഇല്ല, മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു രോഗാവസ്ഥ തുടങ്ങുന്ന മൊത്തത്തിലുള്ള ഒരു അവസ്ഥയുള്ള ആളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, വ്യക്തികളുടെ എണ്ണം എന്ന രീതിയിലാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ രോഗത്തിന്റെ വ്യാപനം കണ്ടുപിടിക്കുന്നത്. അത്രയുള്ളൂ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ആ ഒരു മെഷർമെന്റിന്റെ ഈ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി മനസ്സിലാവാത്തവരുണ്ടോ? കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ, കൊറോണ എത്ര പേരിൽ വന്നിട്ടുണ്ട്, അതാണ് ടോട്ടൽ നമ്പർ, ആളുകളുടെ എണ്ണം. കൊറോണ വന്ന ടോട്ടൽ നമ്പർ എന്ന് പറയുന്ന ആളുകളുടെ എണ്ണമാണ്. ഇനി അതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വ്യക്തികളുടെ എണ്ണം കൊണ്ട് നമ്മൾ അതിനെ ഹരിക്കും. ടോട്ടൽ ഇൻഡിവിജ്വൽ എത്രയാണോ അതിനെ എക്സാമിൻ ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽസ് എത്രയാണോ അതുകൊണ്ട് നമ്മൾ ഹരിച്ചിട്ടാണ് പ്രിവലൻസ് ഓഫ് ഡിസീസസ് കണ്ടുപിടിക്കുന്നത്. ഇത്രയാണോ കേട്ടോ? പ്രിവാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രോഗത്തിന്റെ വ്യാപനത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അല്ലെങ്കിൽ എന്തായാലും ഒരു നിശ്ചിത വർഷത്തിനുള്ളിൽ നിശ്ചിത സമയത്തോ കാലയളവിലോ ജനസംഖ്യയിൽ ഒരു രോഗം അല്ലെങ്കിൽ ഏതെങ്കിലും രോഗാവസ്ഥ തുടരുന്ന ആളുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ അനുപാതം പ്രപ്പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിപ്പ എത്ര പേർക്കുണ്ട്, വരാനുള്ള കാരണങ്ങൾ, സാധ്യതകൾ, അല്ലെ, എത്ര പേർക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നതിന് വ്യക്തമായ രേഖകൾ നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അതാണ് ഇതിന്റെ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പോലെ തന്നെ കൊറോണ ബാധിച്ചപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായ കാലഘട്ടത്തിൽ എന്താണ്, ഇതൊക്കെ എത്ര പേർക്ക് വന്നിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ കണക്കും രേഖകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മെഷർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ അത് ഏത് അവസ്ഥയാണോ അത് ടോട്ടൽ ഇൻഡിവിജ്വൽസുമായിട്ട് നമ്മൾ അതിനെ ഹരിച്ചിട്ടാണ് അത് കണക്ക് കണ്ടെത്തുന്നത്. ഓക്കെ ഓക്കെ വളരെ. അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ രോഗത്തിന്റെ വ്യാപനം കണ്ടെത്തുന്നത്? ഇത് കണ്ടെത്തുന്നത് വഴി നമുക്ക് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെ വരുന്നു, എന്തൊക്കെയാണ് അതിന്റെ സാധ്യതകൾ, ഏത് രീതിയിലാണ് ഈ രോഗം ഉണ്ടാകുന്നത് കണ്ടുപിടിക്കാനായിട്ടുള്ള പല ഫോർമാറ്റും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താണ്, അത് കണ്ടെത്തുന്നത് വഴി അതേപോലുള്ള അസുഖങ്ങൾ വീണ്ടും വരാതിരിക്കാനുള്ള പ്രത്യേക രീതിയിലുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള എന്താ പറയാ റെക്കമെൻഡേഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ആ ഒരു അസുഖം ഇത്ര പേർക്ക് 10 പേരുള്ളതില് ഇപ്പൊ എന്താ പറയാ 1000 പേരുള്ളതില് 850 മേലെ എത്രയും പേർക്ക് ഈ രോഗം വന്നു, ഇത്രയും പേർക്ക് വരാനുള്ള ഒരു കാരണം ഉണ്ടാവും അല്ലെ. ഇത്രയും അതിന്റെ പ്രത്യേക കാരണം നമുക്ക് ഈ ഒരു ഫോർമാറ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മെഷർമെന്റ് ചെയ്യുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് ആ രോഗം വരേണ്ട സാധ്യതകൾ കുറയ്ക്കാനായിട്ടുള്ള ബാക്കി നടപടികളായിരിക്കും സ്വീകരിക്കുന്നത്. അപ്പൊ അതിനാൽ പ്രിവാലൻസ് ഈ രോഗത്തിന്റെ വ്യാപനം തടയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. രോഗത്തിന്റെ വ്യാപനം കുറച്ചാലല്ലേ നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം പ്രദാനം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനാൽ തന്നെ അതെല്ലാം വ്യക്തമായിട്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മള് ഇത്തരത്തിൽ മൊത്തം കണക്കുകൾ, പ്രത്യേകിച്ചും ഈ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ മേഖലയില് പല പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ രീതിയിലുള്ള സാധ്യതകൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മോർട്ടാലിറ്റി റേറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആരോഗ്യ സംവിധാനങ്ങൾ നല്ലതായത് കൊണ്ടാണ് ചീത്തയായത് കൊണ്ടാണോ, ആരോഗ്യ സംവിധാനങ്ങൾ പ്രവർത്തനങ്ങൾ മോശമായത് കൊണ്ടാണ് മരണനിരക്ക് കൂടുന്നത് അല്ലെ. ഇനി മരണനിരക്ക് കുറയാനുള്ള ഒരു കാരണം എന്താണ്, ആരോഗ്യ സംവിധാനങ്ങളിൽ കൊടുക്കുന്ന സേവനങ്ങൾ മികച്ചതായത് കൊണ്ട് മരണനിരക്കുകൾ കുറയുന്നു അല്ലെ. ക്ലിയർ ആണോ പറഞ്ഞത്? ബാക്കി പ്രിവാലൻസിന്റെ ഇമ്പോർട്ടൻസും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇനി കംപ്ലീറ്റ് പഠിക്കാൻ പോകുന്നത്. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ഭാഗത്ത് മനസ്സിലാവുകയുണ്ടോ എങ്കിൽ ചോദിക്കാം കേട്ടോ. നിർബന്ധമായിട്ടും ഫോർമുല നിങ്ങൾ പഠിക്കണം. ഫോർമുലയാണ് എപ്പോഴും ചോദിക്കുന്നത്, അത് പഠിക്കാം കേട്ടോ.
infant mortality rate starting important ആണോ? ഈ ഒരു പോയിന്റ് മാത്രമേ പറഞ്ഞില്ല അണ്ടർലൈൻ ചെയ്യാൻ. ഈ ഒരു പോയിന്റ് മാത്രം മതി. infant mortality rate is number of resident newborns തുടങ്ങി പറഞ്ഞ കാര്യങ്ങളുടെ ചെറിയ കാൽക്കുലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻസിന്റെ ചെറിയൊരു ഫോർമാറ്റ് ആണ് ഈ കാൽക്കുലേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മുഴുവൻ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ജസ്റ്റ് കാൽക്കുലേഷൻസ് മാത്രം ഇതുവരെ ചോദിക്കാറുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് ആണ് ഹോസ്പിറ്റലിൽ മൂന്ന് റേറ്റിന്റെ ഫോർമാറ്റുകൾ കാൽക്കുലേഷൻസ് പഠിക്കണം കേട്ടോ. ചിലപ്പം തെറ്റിച്ചു തരാം. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിലെ കണക്കായിരിക്കാം ചിലപ്പോൾ നെറ്റ് മോർട്ടാലിറ്റിയിൽ തരാം. അങ്ങനെ മിസ്മാച്ച് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അത് മാറിപ്പോവാതിരിക്കാനാണ് പറഞ്ഞത്. എല്ലാ ഫോർമുലാസും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇന്ന് തന്നെ പഠിച്ചു വെക്കണേ ഫോർമാറ്റ്. കാരണം നമുക്ക് ഏകദേശം എക്സാം എടുക്കാറായി അല്ലേ. ഇത് 4 ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ട. ഇന്ന് തന്നെ കാൽക്കുലേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചു കേട്ടോ, സമയം കിട്ടുന്നതിനനുസരിച്ച്. ഏതാനും ദിവസങ്ങൾ കൂടി ഉള്ളൂ നിങ്ങൾക്ക് ക്ലാസ് അല്ലേ. എനിക്ക് ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനി അധികം ഇല്ല, കുറച്ചും കൂടി ഉള്ളൂ. പെട്ടെന്ന് കഴിഞ്ഞു. ഇൻഫർമേഷൻസ് കിട്ടിയിരുന്നോ എക്സാമിന്റെ? എക്സാമിന്റെ ഡേറ്റ്സുകൾ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Okay.